മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു നം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് ആഷ് വെനസ്ഡേ ആണ്, അഥവാ വിഭൂതി ബുധൻ. രാവിലെ തന്നെ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി, സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച്, ഫൊറോന ചർച്ച്, വടുതല. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സെമിത്തേരിയിൽ പോയി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടുള്ള പ്രാർത്ഥന ഇല്ലാതെ നമുക്കൊരു ദിവസമില്ല, കാരണം അവരാണ് നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അങ്ങനെ കുർബാനയിൽ പങ്കെടുത്തു. കുർബാനയുടെ ഇടയ്ക്കാണ് അച്ഛൻ നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ചിരുന്നത്. അപ്പോൾ കുരിശടയാളത്തിൻ്റെ പ്രത്യേകത അറിയാത്തവർക്ക് വേണ്ടി ഇത് പറഞ്ഞുതരാം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു ആചരണമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കം തുടങ്ങിയാണെന്ന്, നോമ്പോടുകൂടി. പ്രത്യേകം അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നോമ്പെന്ന് പറഞ്ഞിട്ട് ബാഹ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ പുറമേ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക. ഏതെങ്കിലും തരത്തിലൊരു വെറുപ്പോ വിദ്വേഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് നന്മയുള്ളവരായി, നീതിയുള്ളവരായി, സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക. ആ ഒരു നന്മയോട് കൂടി തന്നെ മുന്നോട്ട് പോവുക. എന്നാലേ ഈശോയെ വരവേൽക്കാനായിട്ട് നമുക്ക് ഒരുങ്ങി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നല്ലൊരു പ്രസംഗമൊക്കെ കേട്ടു. നേരെ ഞങ്ങൾ അന്തോണീസ് പുണ്യാളുടെ അടുത്ത് ചെന്നു. അപ്പോൾ ഇതാ മേഘക്കുട്ടിയെ കണ്ടു. മേഘക്കുട്ടി ഹായൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്തോണീസ് പുണ്യാളിനും സെബസ്ത്യാനോസ് പുണ്യാളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. ഇവർ രണ്ടുപേരെയും നിങ്ങൾക്ക് പ്രത്യേകം അറിയാമെന്നറിയാം, എങ്കിലും പറഞ്ഞുതരാണ്. മാറാരോഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വിശുദ്ധനാണ് സെബസ്ത്യാനോസ് പുണ്യാളൻ. ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കും, നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അന്തോണീസ് പുണ്യാളിൻ്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. അസാധ്യ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ്. അതുപോലെ കാണാതെ പോയി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, മനസ്സുരുകി പുണ്യാളോട് പറഞ്ഞു, പുണ്യാളൻ അത് കണ്ടെത്തി തന്നിരിക്കും. അങ്ങനെ പള്ളിയിലെ കുർബാനയെല്ലാം കഴിഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക. നമ്മളും പൊടിയാണ്, പൊടിയിലോട്ട് മടങ്ങാനുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് ഒരുങ്ങാവും. അപ്പം അങ്ങനെ ഇതാ കുറച്ചു നേരം കാണാതിരുന്നതിൻ്റെ കസരത്താണ് ആ ഊകിക്കൂട്ടം കാണിച്ചു കൂട്ടണേ. അപ്പം എന്തായാലും എല്ലാവരോടും എൻ്റെ പ്രത്യേകം ആശംസകൾ, എൻ്റെയും കുടുംബത്തിൻ്റെയും ആഷ് വെനസ്ഡേ ആശംസകൾ അറിയിക്കുന്നു.